നമസ്കാരം. നമ്മൾ ഇന്ന് PYQ സീരീസിൽ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന് 61/2024 നമ്മുടെ കൂലി വർക്കറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതായിരുന്നു? ഓപ്ഷൻ ബി ആണ് റൗലറ്റ് നിയമമാണ് അല്ലെ. റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. രണ്ടാമത്തെ ചോദ്യം: പ്ലാസി യുദ്ധം ഇംഗ്ലീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിൻ്റെ അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളായിരുന്നു? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ്. ഓപ്ഷൻ എ ആണ് മഹാത്മാഗാന്ധിയാണ്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ലാഹോർ സമ്മേളനമായിരുന്നു. നാലാമത്തെ ചോദ്യം: ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു അല്ലെ. കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റായ ഇന്ത്യൻ വനിത ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് സരോജിനി നായിഡു ആണ്. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 പറയുന്നതിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? തന്നിരിക്കുന്നതിൽ അനുച്ഛേദം 19 ഉൾക്കൊള്ളുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 19ാമത്തെ ചോദ്യം: സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു? ഏതായിരുന്നു? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നായിരുന്നു? അമേരിക്കയിൽ നിന്നാണ്. ഓപ്ഷൻ എ ആണ് അമേരിക്കയിൽ നിന്നാണ്. 9ാമത്തെ ചോദ്യം: മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായിട്ട് 1976 കോൺഗ്രസ് രൂപീകരിച്ച കമ്മിറ്റി ഏതായിരുന്നു? 1976 കോൺഗ്രസ് രൂപീകരിച്ച മൗലിക കടമകളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതായിരുന്നു? കടമയാണെങ്കിൽ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ ഡി ആണ് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. 10ാമത്തെ ചോദ്യം: ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ചോദിച്ചാൽ ആരാ? അത് രാഷ്ട്രപതിയായിരിക്കും. എന്നാൽ അധ്യക്ഷത വഹിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കറുമായിരിക്കും. 11ാമത്തെ ചോദ്യം: 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചാണ്? 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ വെച്ചായിരുന്നു? തൃശ്ശൂരിൽ വെച്ചാണ്. 12ാമത്തെ ചോദ്യം: സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആര്? വൈകുണ്ഠ സ്വാമികള്. 13ാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിക്കൊണ്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിക്കൊണ്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപമാണ്. 14ാമത്തെ ചോദ്യം: 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാം? 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചതാരായിരുന്നു? EMS നമ്പൂതിരിപ്പാടാണ്. 15ാമത്തെ ചോദ്യം: 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാം? 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഓപ്ഷൻ എ ആണ് ഗൗരി പാർവതി ബായി ആണ്. 16 G20യുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഇതാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ എ G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ഓപ്ഷൻ ബി G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. 1998 G20 രൂപീകരിക്കപ്പെട്ടത് എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. G20 രൂപീകരിച്ചത് 99. 17 ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാ? കണ്ണൂർ ജില്ലക്കാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. 18 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണ്? ഉൾപ്പെടാത്ത വ്യക്തി ഫസൽ അലി ഉണ്ടായിരുന്നു. പോറ്റി ശ്രീരാമുലു എന്തില്ല? ആ കമ്മിറ്റിയിൽ അംഗമായിരുന്ന വ്യക്തിയല്ല. അപ്പൊ അംഗമായിരുന്നവരെ പഠിച്ചു നോക്കുക. KM പണിക്കറുണ്ട്, HN കുൻസറുണ്ട്, ഫസൽ അലിയുമുണ്ട്.
ഇനി 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? ഒന്ന്, ചേരിചേരാ നയം ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഉൾപ്പെട്ടതാണ്. അതേപോലെ സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സ്വാശ്രയത്വം എന്നുള്ളത് എന്തല്ല ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഉൾപ്പെട്ട കാര്യമല്ല. ഓപ്ഷൻ സി ആവില്ല. 1, 2, 3 ശരിയായിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അച്ചുതണ്ട് ശക്തികളാണ് ചോദിക്കുന്നതെങ്കിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാനാട്ടോ. ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ്. 21, ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ഏതിൻ്റെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ നമ്മൾ സ്വീകരിച്ചത് സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ്. 22, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. 23, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരാണ്? കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത ആരായിരുന്നു? ജിലുമോൾ മാരിയറ്റ് തോമസ് ആണ്. 24ാമത്തെ ചോദ്യം, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെയായിരുന്നു? ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. 25, വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? 7ാം സ്ഥാനമാണ്. ഓപ്ഷൻ സി ആണ്, 7ാം സ്ഥാനമാണ്. 26, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് എന്താ? സജി ചെറിയാനാണ്. ഓപ്ഷൻ ഡി ആണ്, സജി ചെറിയാൻ. നിലവിലെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാന്ന് വെച്ചാൽ MP രാജേഷ് ആണ്. വീണ ജോർജ് ആരോഗ്യമാണ്. ആന്റണി രാജു നിലവിൽ മന്ത്രിസഭയിൽ ഇല്ലാത്ത വ്യക്തിയാണ്. MP രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. 27, കർണാടകയുമായിട്ടും തമിഴ്നാടുമായിട്ടും ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായിട്ട് ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താ? കർണാടകയും തമിഴ്നാടുമായിട്ട് ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരെന്താ? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ഓപ്ഷൻ സി ആണ്, മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. 28, 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഓപ്ഷൻ എ ആണ്, ചൈനയിലാണ്. 29, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? ഓപ്ഷൻ സി ആണ്, പെരിയാർ നദിയാണ്. 244 കിലോമീറ്റർ. 30, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഏത്? ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഇത്, ഉത്തര മഹാസമതലം. 31, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഓപ്ഷൻ ബി ആണ്, ശാസ്താംകോട്ട. അല്ലെ, കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംകോട്ട. 32, കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9 ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത്, 5 ജില്ലകൾക്കില്ല. 33, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഓപ്ഷൻ സി ആണ്, ഡെക്കാൻ പീഠഭൂമിയാണ്. 34, പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി നമുക്കറിയാം ഏത് നദിയിലാ? പമ്പ നദിയിൽ. അല്ലെ, പത്തനംതിട്ട ജില്ലയിലാണ് ഇതുള്ളത്, ശബരിഗിരി ഉള്ളത്. പമ്പ നദിയിലാണ് ശബരിഗിരി ഉള്ളത്. 35, ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത് ഏതാ? ഇന്ദിരാ പോയിന്റ് ആണ്. അല്ലെ, ഇന്ദിരാ പോയിന്റ് ആണ്. 36, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാ? ആലപ്പുഴ ജില്ലയാണ്. അല്ലെ, ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ല. 37, നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കാലിലാണ് നടക്കുന്നത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏതിലാ? പുന്നാര നെഹ്റു എന്ന് ഓർത്തു വെക്കാറുണ്ട് അല്ലെ, പുന്നമടക്കാലിലാണ്. ഇനി 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. 39, കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ നിലവിൽ ഇതിലെ ഓപ്ഷൻസിൽ ആരുമല്ല. അതായത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലുള്ളത്.
നിലവിൽ മുഷ്താഖാണ് കേട്ടോ. മുഹമ്മദ് മുഷ്താഖാണ് നിലവിൽ കേരളത്തിന്റെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിൽക്കുന്നത്. ഈ 40ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാ? പാലക്കാട് ജില്ലയിലുള്ള ദേശീയോദ്യാനം സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. 41, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താ? മേഘാലയയിലാണ്. ഓപ്ഷൻ സി മേഘാലയയിലാണ്. 42, കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973. 43ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാം? ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതി ആരാ? ഓപ്ഷൻ ബി ആണ്, ജഗദീപ് ധൻകർ ആണ്. 44, ചാന്ദ്രയാൻ 3യിലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചത് അല്ലാത്തത് ഏതാണ്? ലാൻഡർ, റോവർ, ഓർബിറ്റർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഏതാ? ഓർബിറ്റർ ആണ് കേട്ടോ. ഓർബിറ്റർ വിക്ഷേപിക്കാത്തത്. അപ്പോൾ വിക്ഷേപിച്ചത് ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. 45, താഴെ പറയുന്നതിൽ അമൃത ഷെർഗിലിന്റെ ചിത്രം ഏതാണ്? അമൃത ഷെർഗിലിന്റെ ചിത്രം ഏതാ? ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചതാരാ? അമൃത ഷെർഗിലാണ്. 46, ചരക്ക് സേവന നികുതി അതായത് GST നിലവിൽ വന്ന വർഷം ഏതാ? GST നിലവിൽ വന്ന വർഷം 2017 ജൂലൈ 1 ഓപ്ഷൻ ബി ആണ്, 2017 ജൂലൈ 1. 47, ഗോദാൻ എന്ന കൃതി രചിച്ചതാരാ? ഗോദാൻ എന്ന കൃതി രചിച്ചതാരാ? പ്രേംചന്ദ് ആണ് അല്ലെ. പ്രേംചന്ദ് ആണ്. ഗോദാൻ എന്ന കൃതി രചിച്ചതാരാ? പ്രേംചന്ദ് ആണ്. 48, ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെയാ സൂചിപ്പിക്കുന്നത്? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? നമ്മൾ ഉൾപ്പെടുന്ന ഏഷ്യ ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്ന വളയമാണ് ഇത്, മഞ്ഞ വളയം. 49, 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാ? 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അതായത് 2021 മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരായിരുന്നു? അല്ലു അർജുൻ ആട്ടോ. ഓപ്ഷൻ ഡി ആണ്, അല്ലു അർജുൻ ആണ്. 50ാമത്തെ ചോദ്യം, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്താണ്? മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ എന്തായിരുന്നു? കാലം സാക്ഷി എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്, കാലം സാക്ഷിയാണ്. 51, 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? നമ്മളെ ഇന്ത്യയിലാണ് അല്ലെ. മുംബൈയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. 2023 71ാമത് മിസ് വേൾഡ് മത്സരം നടന്നത്. 52, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ് അല്ലെ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാ? ഹൈദരാബാദിലാണ്. ഇനി 53ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളത് ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ ജോഡി ഏതാ? ഉളിപ്പല്ലുണ്ട്, കോമ്പല്ലുണ്ട്, ചർവണകണ്ട്, അഗ്രചർവണകണ്ട്. ഒന്നാമത്തത് ഉളിപ്പല്ല്. ഉളിപ്പല്ല് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഏത്? ഉളിപ്പല്ല്. അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ്. 2, കോമ്പല്ല്. കോമ്പല്ല് എന്തിനാ? ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്നതാണ് ഇത്, കോമ്പല്ല്. രണ്ടാമത്തത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഒന്നുള്ള ഓപ്ഷനൊക്കെ വെട്ടിക്കളി അല്ലെ. ഒന്നെന്താണ്? തെറ്റാണ്. ഇതിലൊന്നുണ്ട്, ഇതിലൊന്നുണ്ട്. നമ്മുടെ ആൻസർ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഏതാ? 2 മാത്രം എന്നുള്ളത്. പക്ഷെ നമുക്ക് പഠിച്ചിട്ട് പോവാം. ഉളിപ്പല്ല് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഇത്, ഉളിപ്പല്ല്. കോമ്പല്ല് എന്തിനാ? ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല്. ഇനി ചർവണകവും അഗ്രചർവണകവും എന്തിനാ? ആഹാര വസ്തുക്കൾ ചവച്ചരക്കാൻ സഹായിക്കുന്നതാണ് ഇത്, അഗ്രചർവണകവും. ഇനി ലോല എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ലോല എന്നത് ഏതിന്റെ സങ്കര ഇന? പയറാണ് കേട്ടോ, പയറാണ്. 55, അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത് എന്തിന്റെ? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണയുടെ ലക്ഷണമാണ് എന്ത്? അസ്ഥികൾ കനം കുറയുക എന്ന് പറയുന്നത്. 56ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാന്ന് കണ്ടെത്തുക. ശരിയാണ്, കൽക്കരി ഒരു പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി ഒരു പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. തെറ്റാണ് അല്ലെ. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വെട്ടിക്കളയാം. ഓപ്ഷൻ എയിൽ ഒന്നുണ്ട്, ഓപ്ഷൻ ഡിയിൽ ഒന്നുണ്ട്. രണ്ടാമത് തിരമാല ഒരു പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. ശരിയാണ്. രണ്ടാമത്തെ എന്താണ്? തിരമാല ഒരു പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി 3 മാത്രം എന്നുള്ളത് നമുക്ക് വെട്ടാം, കാരണം 2 ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ബി 2 മാത്രമാണ്. അപ്പൊ സൂര്യൻ ഒരു പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല ഒരു പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. അതുപോലെ
കൽക്കരി എന്താ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. 57 വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാ? മലപ്പുറത്താണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്, മലപ്പുറം ജില്ലയിലാണ്. 58ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാണ്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് 2023. 59 സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏതാ? ഓപ്ഷൻ എ ആണ്, ആർദ്രം കേരളം മിഷൻ ആണ്. 60 മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്, വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നുണ്ട്, അതുപോലെ ശബ്ദോർജ്ജമായിട്ട് മാറുന്നുണ്ട്. പക്ഷെ PSC ആൻസർ കൊടുത്തിരിക്കുന്നത് യാന്ത്രികോർജ്ജം എന്നുള്ളത് മാത്രമാണ്. 61 മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ഓപ്ഷൻ എ ആണ്, കോൺവെക്സ് ലെൻസ് ആണ്. 62 ഒരു ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഏതാ ഉദാഹരണം അല്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്, ജയന്റ് വീലിന്റെ ചലനമാണ്. ഓപ്ഷൻ ഡി ജയന്റ് വീലിന്റെ ചലനമാണ്. 63ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതാന്ന് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, ടൈറ്റാനിയമാണ്, മനുഷ്യനിർമ്മിതമാണ്. ഇനി 64 ഐസ് ചൂടാക്കുമ്പോൾ ജലമായിട്ട് മാറുന്ന പ്രക്രിയക്ക് അനുയോജ്യമായത് ഏതാന്ന് കണ്ടെത്തുക. നമ്മൾ ഐസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണികകളുടെ ഊർജ്ജം കൂടുന്നുണ്ടോ? കണികകളുടെ ഊർജ്ജം കൂടുന്നുണ്ട്. കണികൾ തമ്മിലുള്ള അകലവും കൂടുന്നുണ്ട്. അകലം കൂടുന്നു എന്ന് പറഞ്ഞാൽ ആകർഷണം കുറയുകയാണ് ചെയ്യുന്നത്. ചലനം കുറയുന്നു, തെറ്റാണ് അല്ലെ. അകലം കൂടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആകർഷണം കുറയുന്നു എന്ന് തന്നെയല്ലേ. അപ്പോൾ 1, 2, 3 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 65 ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയിട്ടുള്ള JT-60 ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ്. ഓപ്ഷൻ ബി ആണ്, ജപ്പാനാണ്. 66 ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് PCയുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തെറ്റാണ്. 67 ഒറ്റപ്പെട്ടത് ഏതാന്ന് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി, ഡിഫ്തീരിയ ഏതാ? ചിക്കൻ ബോക്സ് വൈറസ്, ബാക്കിയെല്ലാം ബാക്ടീരിയ. 68 നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവിയാണ് ആര്? വവ്വാൽ. ഓപ്ഷൻ എ വവ്വാല്. 69 ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാ? ഓപ്ഷൻ സി ആണ്, ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് ആണ്. 70 രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, ഇരുമ്പാണ്. 71 രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് സ്ഫിഗ്മോ മാനോമീറ്റർ ആണ്. 72 രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏതാണ്? രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥയുടെ പേരാണ് ഓപ്ഷൻ ഡി ആണ്, പ്രമേഹമാണ്. 73 എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV എന്നത് ഏത് രക്തകോശങ്ങളെയാ ബാധിക്കുന്നത്? HIV ഏത് രക്തകോശങ്ങളെയാ ബാധിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ലിംഫോസൈറ്റിനെയാണ്. 74 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, WIFS ആണ്. 75 കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താ? ഓപ്ഷൻ ഡി ആണ്, ബാലമിത്ര. 76 താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെയാണ് എയ്ഡ്സ് രോഗം പകരാത്തത്? ഓപ്ഷൻ സി ആണ്, കൊതുക്, ഈച്ച എന്ന ജീവിയിലൂടെ എന്നുള്ളത് തെറ്റാണ്. 77 സിയാച്ചിനിൽ ആദ്യമായിട്ട് നിയമിതനായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരായിരുന്നു? ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ്. ഓപ്ഷൻ എ ആണ്, ക്യാപ്റ്റൻ ഗീതിക കൗള്. 78 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ചോദിച്ചാൽ ഏതാ? കൊൽക്കത്തയാണ് അല്ലെ. കൊൽക്കത്തയാണ്. ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്. 79 സംസ്ഥാന സർക്കാരിന് കീഴിൽ ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, തുടങ്ങനാടാണ്. ഓപ്ഷൻ ഡി തുടങ്ങനാടാണ്.
80ാമത്തെ ചോദ്യം, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി ആണ് 28%.